അപ്പോൾ സ്കെലാർ ഫീൽഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഒരു സ്കെലാർ ഫീൽഡിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഗ്രേഡിയൻ്റ് ആണ്, അല്ലെങ്കിൽ ഗ്രേഡാണ്. അപ്പോൾ ആ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് സ്കെലാർ ഫീൽഡിൻ്റെ ഗ്രേഡിയൻ്റ് വെക്ടർ ഫീൽഡാണ്. അപ്പം സ്കെലാർ ഫീൽഡുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളെല്ലാം നേരത്തെ ചെയ്തു. അതുമായി ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസേ വരികയുള്ളൂ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എപ്പോഴും ഓർക്കേണ്ട കാര്യം ഡെൽ ആർ അഥവാ ഗ്രേഡ് ആർ എന്ന് പറയുന്നത് ആർ വെക്ടർ ബൈ ആർ ആണ്, അല്ലെങ്കിൽ ആർ ക്യാപ്പ് ആണെന്ന് ഓർത്തുകൊള്ളുക. അടുത്തതായി നമ്മൾ പോകുന്നത് വെക്ടർ ഫീൽഡുകളിലേക്കാണ്. വെക്ടർ ഫീൽഡുകൾ ഞാൻ വരച്ച് കാണിച്ചതാണ്, മറ്റേ വിൻഡ് മാപ്പിൽ ഇതൊക്കെ വരച്ചതാണ്. വെക്ടർ ഫീൽഡിനെ സംബന്ധിച്ച് അതിൻ്റെ വാല്യൂവും ഡയറക്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഫീൽഡ്, ഇപ്പോൾ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒരു ബോക്സാണ് ഞാൻ വെച്ചിരിക്കുന്നതെങ്കിൽ ആ ബോക്സിനകത്ത് ഒരു വെക്ടർ ഫീൽഡ് ഉണ്ടെന്ന് വെക്കുക. അപ്പോൾ വെക്ടർ ഫീൽഡ് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ നടുക്ക് ഞാനൊരു മാഗ്നറ്റ് വെച്ചാൽ മതിയാവും, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ വെച്ചാൽ മതിയാവും, അതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റ് വെച്ചാൽ ചുറ്റിനും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പം ആ ഫീൽഡ് അകത്തുണ്ടായിരിക്കുന്ന മാഗ്നറ്റിൽ നിന്ന് റേസ് എത്രയോ നീളമുള്ളതാകട്ടെ, ചിലപ്പം സ്ട്രെങ്ത് കൂടിയതായിരിക്കാം കുറഞ്ഞതായിരിക്കാം, എന്തായാലും ഈ റേസ് ബോക്സിനകത്ത് നിന്ന് പുറത്തേക്ക്, ആ മാഗ്നറ്റ് അകത്തിരിക്കുന്നത് കൊണ്ട് റേസ് പുറത്തേക്ക് വരും. ഇതുപോലെ ബോക്സിൽ നിന്ന് പുറത്തേക്ക് 4 സൈഡിലേക്കും മാഗ്നറ്റിക് റേസ് പോകാം. അല്ലെങ്കിൽ പുറത്തെവിടോ ഇരിക്കുന്ന ഒരു മാഗ്നറ്റ് മൂലം റേസ് എല്ലാം കൂടി ഞാൻ വെച്ചിരിക്കുന്ന റെക്റ്റാങ്കിൾ ബോക്സിനകത്തേക്ക് കയറാം. ഇല്ലെങ്കിൽ ഇതൊന്നുമല്ലാതെ ഒരു വെക്ടർ ഫീൽഡ് മാത്രമായി, അകത്തേക്കും പുറത്തേക്കും പോകാതെ അകത്തൊരു വെക്ടർ ഫീൽഡ് മാത്രമായി നിലനിൽക്കാം. ഇങ്ങനെ 3 രീതിയിലാണ് വെക്ടർ ഫീൽഡിൻ്റെ ഒരു സോഴ്സ് സിങ്ക് പ്രോപ്പർട്ടികളുള്ളത്. സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നും ആ ഫീൽഡ് ഞാൻ ഏതാണോ ഫീൽഡായിട്ട് കൺസിഡർ ചെയ്തത് അതിനകത്തൊരു സോഴ്സ് ഉണ്ടാവുക, ആ സോഴ്സിൽ നിന്നും വെക്ടേഴ്സ് പുറത്തേക്ക് പോവുക, ഞാൻ കൺസിഡർ ചെയ്ത ഫീൽഡിന് പുറത്തേക്ക് പോവുക, അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന ഡയറക്ഷനിലേക്ക് പോവുക. ഇനി സിങ്ക് എന്ന് പറഞ്ഞാൽ പുറത്തു നിന്നും ആ ഫീൽഡിനകത്തേക്ക് വെക്ടറുകൾ കയറുന്ന രീതിയിൽ സഞ്ചരിക്കുക. ഇത് രണ്ടുമല്ല, പുറത്തേക്കും അകത്തേക്കുമില്ലാതെ വെറും സോഴ്സും സിങ്കും അല്ലാത്ത അതിനെയാണ് നമ്മൾ സോളിനോയിഡൽ ഫീൽഡ് എന്ന് പറയുക, അല്ലെങ്കിൽ ഇൻകംപ്രസിബിൾ ഫീൽഡ് എന്ന് പറയുക. സോളിനോയിഡൽ അഥവാ ഇൻകംപ്രസിബിൾ എന്ന് പറയുക. ഈ 3 സ്വഭാവങ്ങൾ ഒരു ഫീൽഡ് സോഴ്സ് ആണോ, ഒരു ഫീൽഡ് സിങ്ക് ആണോ, അല്ലെങ്കിൽ സോളിനോയിഡൽ ആണോ എന്ന് മനസ്സിലാക്കുന്നത് ഈ റേസ് പുറത്തേക്കും അകത്തേക്കും പോകുന്ന പ്രോപ്പർട്ടി, അതിനെ വിളിക്കുന്ന പേരാണ് ഡൈവേർജൻസ് ഓഫ് എ വെക്ടർ ഫീൽഡ്. നിങ്ങൾക്കറിയാം ഡൈവേർജൻസും കൺവേർജും, ഡൈവേർജ് ചെയ്ത് പോവുക കൺവേർജ് ചെയ്ത് പോകുക എന്ന് പറയുന്നത് പോലെ ഡൈവേർജൻസ് ഓഫ് എ വെക്ടർ ഫീൽഡ്. അപ്പോൾ ഡൈവേർജൻസ്, ഇപ്പോൾ എ എന്ന് പറയുന്ന എ വെക്ടറാണ് വെക്ടർ ഫീൽഡ് എങ്കിൽ ഞാൻ ഡൈവ് എ വെക്ടർ എന്ന് എഴുതും. ഡൈവേർജൻസ് ഓഫ് എ വെക്ടർ, ഡൈവ് എ വെക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ ഡെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പറേറ്റർ ആയിരുന്നു, ഡെൽ ഡോട്ട് എ വെക്ടർ എന്നാണ്. ഡെൽ ഡോട്ട് എ വെക്ടർ എന്നാണ് ഡൈവേർജൻസിൻ്റെ ഡെഫിനിഷൻ. ഡെൽ ഡോട്ട് എ വെക്ടർ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് കെ ക്യാപ്. ഇത് ഇത്രയുമാണ് ആര്, ഡെൽ ഡോട്ട് എ വെക്ടറിന് പകരം ഞാൻ ഇങ്ങനെ എഴുതുന്നു, എ എക്സ് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് എ ഇസഡ് കെ. ഇത് കമ്പോണൻറ്റുകളാണ്, എ വെക്ടറിൻ്റെ കമ്പോണൻറ്റുകളാണ്. അപ്പോൾ സ്വാഭാവികമായി ഡോട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഡോ എ എക്സ് ബൈ ഡോ എക്സ് പ്ലസ്, കാരണം ഇനി ഐ വരില്ല, ഡോ എ വൈ ബൈ ഡോ വൈ പ്ലസ് ഡോ എ ഇസഡ് ബൈ ഡോ ഇസഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഡൈവേർജൻസ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ഫീൽഡിൻ്റെ ഡൈവേർജൻറ്റ് ഐ ജെ കെ ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ ഒരു സ്കെലാർ ആണ്, ഒരു നമ്പർ ആയിരിക്കും, കിട്ടുന്ന ഉത്തരം ഒരു സ്കെലാർ വാല്യൂ ആയിരിക്കും. ആ വാല്യൂ നോക്കിയാണ് സോഴ്സ് ആണോ സിങ്ക് ആണോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവ ഡോട്ട് ചെയ്യുന്ന സമയത്ത് ഇവ തമ്മിൽ ഡോട്ട് ചെയ്യുമ്പോൾ ഡോ എ എക്സ് ബൈ ഐയുടെ കമ്പോണൻറ്റുകൾ തമ്മിൽ എടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സാധനം, ഒരു വെക്ടർ ഫീൽഡ് തന്നാൽ അതിൻ്റെ ഐ ക്യാപ്പിൻ്റെ കൂടെയുള്ള ആളിനെ മാത്രമാണ് എക്സ് കൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുന്നത്, ജെയുടെ കൂടെയുള്ള ആളെ മാത്രമാണ് വൈ കൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുന്നത്, കെയുടെ കൂടെയുള്ള ആളെ മാത്രമാണ് ഇസഡ് കൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുന്നത്. തൊട്ട് മുമ്പ് നമ്മൾ ഗ്രേഡ് പഠിച്ചപ്പോൾ അങ്ങനെയല്ല, തരുന്ന മൊത്തം ആളുകളെയും വിത്ത് റെസ്പെക്ട് എക്സിലും മൊത്തം ആളുകളെയും വിത്ത് റെസ്പെക്ട് വൈയും മൊത്തം ആളുകളെയും വിത്ത് റെസ്പെക്ട് ഇസഡിൽ എടുക്കുമായിരുന്നു. ഇവിടെ പക്ഷേ വെക്ടർ ഫീൽഡ് തരുമ്പോൾ ഐയുടെ കൂടെയുള്ള ആളുകളെ എക്സ് കൊണ്ടും ജെയുടെ കൂടെയുള്ള ആളുകളെ വൈ കൊണ്ടും കെയുടെ കൂടെയുള്ള ആളുകളെ ഇസഡ് കൊണ്ടും പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നതിനെയാണ് ഡൈവേർജൻസ് അഥവാ ഡെൽ ഡോട്ട് എ വെക്ടർ എന്ന് പറയാൻ ശ്രദ്ധിക്കുക. ഡെൽ ഡോട്ട് എ വെക്ടർ പരീക്ഷയ്ക്ക് ഒരു മാർക്കിന് ചോദിക്കാം. ഡിഫൈൻ ഡൈവേർജൻസ് ഓഫ് എ വെക്ടർ ഫീൽഡ്. അപ്പോൾ ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് എ വെക്ടർ ആണ്. ശ്രദ്ധിക്കുക, ഡെൽ ഡോട്ട്. ആ ഡെൽ ഡോട്ട് എ വെക്ടർ എന്നാൽ ഡെഫിനിഷൻ ഇങ്ങനെയാണ്, ഡോ ബൈ ഡോ എക്സ് ഓഫ് ഐയുടെ കൂടെയുള്ള ആൾ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ജെയുടെ കൂടെയുള്ള ആൾ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് കെയുടെ കൂടെയുള്ള ആൾ. ആരുടെ ഫീൽഡ്, തരുന്ന ഫീൽഡിൻ്റെ ഐയുടെ കൂടെയുള്ള ആൾ ജെയുടെ കൂടെയുള്ള ആൾ കെയുടെ കൂടെയുള്ള ആൾ. അതിനെയാണ് ഡൈവേർജൻസ് എ വെക്ടർ അഥവാ ഡെൽ ഡോട്ട് എ വെക്ടർ എന്ന് പറയാം. ഇനി ഇങ്ങനെ നമുക്കൊരു വെക്ടർ ഫീൽഡ് തന്നു, നമ്മൾ ഡൈവേർജൻസ് കണ്ടു, നമുക്കൊരു ആൻസർ കിട്ടി, ഒരു വാല്യൂ കിട്ടി, അതിനെ ഞാൻ എം എന്ന് വിളിക്കുന്നു എന്ന് വെക്കുക, ഒരു വാല്യൂ കിട്ടി. ഈ കിട്ടുന്ന വില 0 വലുതാണ്. സപ്പോസ് നമുക്ക് 2 കിട്ടി, 3, 5, 10 എന്നൊക്കെ പോസിറ്റീവായി കിട്ടിയാൽ ആ ഫീൽഡ് ഒരു സോഴ്സ് ആയിരിക്കും.
ഇനി ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന വില -2 -3 എന്നാണെങ്കിൽ അത് ഒരു സിങ്ക് ആയിരിക്കും. ഇനി നിങ്ങൾക്കിവിടെ ഈ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 0 എന്ന് വന്നു എന്ന് വെക്കുക, അതിനെ വിളിക്കുന്ന പേരാണ് സോളിനോയിഡൽ. മനസ്സിലാവുന്നുണ്ടല്ലോ? സോളിനോയിഡൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി പറയാം, ഡൈവേർജൻസ് ഓഫ് എ വെക്റ്റർ >0 വന്നാൽ സോഴ്സ് എന്ന് പറയുന്നു, ഡൈവേർജൻസ് ഓഫ് എ വെക്റ്റർ <0 വന്നാൽ സിങ്ക് എന്ന് പറയുന്നു, ഡൈവേർജൻസ് ഓഫ് എ വെക്റ്റർ =0 വന്നാൽ സോളിനോയിഡൽ അഥവാ ഇൻകംപ്രസിബിൾ. നോട്ടിൽ എഴുതിക്കോണം, ഡൈവേർജൻസ് എ വെക്റ്റർ >0 ആണെങ്കിൽ എ വെക്റ്റർ ഈസ് അല്ലെങ്കിൽ വെക്റ്റർ ഫീൽഡ് ഈസ് എ സോഴ്സ് ഫീൽഡ്. ഡൈവേർജൻസ് എ വെക്റ്റർ <0 ആണെങ്കിൽ ദാറ്റ് വെക്റ്റർ ഫീൽഡ് ഈസ് എ സിങ്ക്. ആൻഡ് ഡൈവേർജൻസ് എ വെക്റ്റർ =0 ആണെങ്കിൽ ദാറ്റ് വെക്റ്റർ ഫീൽഡ് ഈസ് എ സോളിനോയിഡൽ ഓർ ഇൻകംപ്രസിബിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വെക്റ്റർ ഫീൽഡ് വന്നിട്ട് ഷോ ദാറ്റ് ദ വെക്റ്റർ ഫീൽഡ് ഈസ് സോളിനോയിഡൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡൈവേർജൻസ് 0 ആണെന്ന് തെളിയിക്കുക. അതാണ് വേണ്ടുന്നത്. ഡൈവേർജൻസ് ചെയ്യാൻ അറിയാമല്ലോ. ഐയുടെ ഒരു വെക്റ്റർ ഫീൽഡ് തന്നാൽ അതിൻ്റെ ഐയുടെ കൂടെയുള്ള ആളെ വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ട്, ജെയുടെ കൂടെയുള്ള ആളെ വിത്ത് റെസ്പെക്ട് വൈ കൊണ്ട്, കെയുടെ ആളെ വിത്ത് റെസ്പെക്ട് ഇസഡ് കൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുന്നതിനെയാണ് ഡൈവേർജൻ്റ് എന്ന് പറയുക. ഡൈവേർജൻ്റ് എ വെക്റ്റർ എന്തെന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഡെൽ ഡോട്ട് എ വെക്റ്റർ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓർത്തോളുക, സോഴ്സും സിങ്കും സോളിനോയിഡലും മനസ്സിലാക്കുക. സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ ഡൈവേർജൻറ്റ് എ വെക്റ്റർ =0 ആണ്. ഇപ്പോൾ ഡൈവേർജൻസ് കണക്ട് ചെയ്ത് 1-2 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. പരീക്ഷയ്ക്ക് ചോദിക്കും, ഫൈൻഡ് ദ ഡൈവേർജൻസ് ഓഫ് എ വെക്റ്റർ x²yi + y²z²j + x²z²k. അപ്പോൾ നമുക്ക് എഴുതാം ഡൈവേർജൻസ് എ വെക്റ്റർ ഡെൽ ഡോട്ട് എ വെക്റ്റർ. ഡെൽ ഡോട്ട് എ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ∂x ഓഫ്, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഐയുടെ കൂടെയുള്ള ആളെ മാത്രം എഴുതിയാൽ മതി, x²y ഐയുടെ കൂടെയുള്ള ആളെ മാത്രം എഴുതുക, പ്ലസ് ∂y ഓഫ് ജെയുടെ കൂടെയുള്ള ആൾ മാത്രം y²z² പ്ലസ് ∂z ഓഫ് കെയുടെ കൂടെയുള്ള ആൾ x²z². ഡൈവേർജൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം, വിത്ത് റെസ്പെക്ട് എക്സ് എടുക്കുന്നത് ഐയുടെ കൂടെയുള്ള ആളെ മാത്രമാണ്, വിത്ത് റെസ്പെക്ട് വൈ എടുക്കുന്നത് ജെയുടെ കൂടെയുള്ള ആളെ മാത്രമാണ്, വിത്ത് റെസ്പെക്ട് ടു ഇസഡ് എടുക്കുന്നത് കെയുടെ കൂടെയുള്ള ആളെ മാത്രമാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് എക്സ് എടുക്കുമ്പോൾ 2xy പ്ലസ് വൈ എടുക്കുമ്പോൾ 2yz², കാരണം z² കോൺസ്റ്റൻ്റ് ആണ്, പ്ലസ് 2zx². ഇതാണ് നമ്മളുടെ ഇവിടുത്തെ ഡൈവേർജൻസ്. ഇതാണ് ഡൈവേർജൻസ്. നോക്കൂ, ijk ഇല്ല, ഡൈവേർജൻസ് ഒരു സ്കെലാറാണ്. ഇനി നമുക്ക് ഡൈവേർജൻസ് അറ്റ് അവർ പരീക്ഷ ചോദിക്കണം, അറ്റ് 1 1 1 എന്ന് ചോദിച്ചാൽ ഡൈവേർജൻസ് എ വെക്റ്റർ അറ്റ് 1 1 1 = 1 1 കൊടുക്കുമ്പോൾ ഇതെന്താകും? 2 + 2 + 2 = 6. അപ്പോൾ >0 ആണ്. അപ്പോൾ ഇതൊരു സോഴ്സ് ഫീൽഡായിട്ട് ആക്ട് ചെയ്യും. 1 1 1 എന്ന് പറയുന്ന പോയിന്റിൽ, ആ പോയിന്റിൽ നിങ്ങൾ ഫീൽഡ് കൺസിഡർ ചെയ്താൽ അവിടെ ഇതൊരു സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫീൽഡാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡൈവേർജൻസ് ഓഫ് എ വെക്റ്റർ x²yi + 2y³ + 3zk അറ്റ് 2 2 0. അപ്പോൾ നമുക്കറിയാം ഡൈവേർജൻസ് എ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് എ വെക്റ്റർ ആണ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ എ വെക്റ്റർ എന്നായിരിക്കത്തില്ല, ചിലപ്പോൾ എഫ് വെക്റ്റർ എന്നായിരിക്കും. എന്ത് തരുന്നോ അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ∂x ഓഫ് ഡെൽ ഡോട്ട് എ വെക്റ്റർ, ദാറ്റ് ഈസ് ∂x ഓഫ് ആരെയാണ് എഴുതേണ്ടത്? ഐയുടെ കൂടെയുള്ള ആൾ മാത്രം, ദാറ്റ് ഈസ് x²y. ∂y ഓഫ് ജെയുടെ കൂടെ, ഇവിടെ ജെ ആണ്, ജെയുടെ കൂടെയുള്ള ആൾ മാത്രം 2y³ കെ. ∂z ഓഫ് കെയുടെ കൂടെയുള്ള എക്സ്പ്രഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു ∂x എന്ന് പറഞ്ഞാൽ 2xy പ്ലസ് ∂y എന്ന് പറയുമ്പോൾ y³ 3y², അപ്പോൾ 3 × 2 കൂടെ 6 ആവും, 6y²z പ്ലസ് ∂z ഓഫ് 3z ഈസ് 3. ഇനി നമുക്ക് വേണ്ടുന്നത് ഡൈവേർജൻസ് ഓഫ് എ വെക്റ്റർ അറ്റ് 2 2 0 = എക്സിന് വൈക്ക് പകരം 2 കൊടുക്കുമ്പോൾ 2 × 2 × 2 8 പ്ലസ് ഇസഡ് ഇവിടെ 0 ഉണ്ടല്ലോ, അപ്പോൾ ഇസഡ് 0 ഇത് ഫുള്ള് 0, അപ്പം +3 = 11. ഇറ്റ്സ് എ സോഴ്സ് ഫീൽഡ്. അപ്പോൾ ഇങ്ങനെയാണ് ഡൈവേർജൻസ് കാണുന്നത്. എപ്പോഴും ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൈവേർജൻസ് കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ∂x വിത്ത് റെസ്പെക്ട് എക്സ് എടുക്കുന്നത് ഐയുടെ കൂടെയുള്ള ആളെ മാത്രമാണ്, വിത്ത് റെസ്പെക്ട് വൈ എടുക്കുന്നത് ജെയുടെ കൂടെയുള്ള ആളെ മാത്രമാണ്, വിത്ത് റെസ്പെക്ട് ഇസഡ് എടുക്കുന്നത് കെയുടെ കൂടെയുള്ള ആളെ മാത്രമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ദ വെക്റ്റർ ഫീൽഡ് F വെക്റ്റർ = 3x²i - 6xyj ഈസ് സോളിനോയിഡൽ. അപ്പോൾ സോളിനോയിഡൽ ആണെന്ന് തെളിയിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സോളിനോയിഡൽ എന്ന് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് തെളിയിക്കേണ്ടത് ഡൈവേർജൻറ്റ് എഫ് വെക്റ്റർ = എന്തെന്ന് തെളിയിക്കണം? 0 ആണെന്ന് തെളിയിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് എഫ് വെക്റ്റർ ഡെൽ ഡോട്ട് എഫ് ∂x ഓഫ് 3x²
ആണല്ലോ. ഡോ ബൈ ഡോ എക്സ് എക്സിനെ മാത്രം എടുത്താൽ മതി. പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ്, നോക്കൂ ഡോ ബൈ ഡോ വൈ എടുക്കുമ്പോൾ 6xy മാത്രമല്ല, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതും കൂടി ചേർത്തെടുക്കണം. -6xy. ഡോ ബൈ ഡോ ഇസഡ് ഇല്ല, കാരണം ഇത് 2 ഡയമെൻഷനാണ്. ദെയർഫോർ വിത്ത് റെസ്പെക്ട് എക്സ് എടുക്കുമ്പോൾ 6x പ്ലസ് വിത്ത് റെസ്പെക്ട് വൈ എടുക്കുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആണ്, ദാറ്റ് ഈസ് -6x. വൈയുടെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ 6x - 6x എന്തായി? 0. ദെയർഫോർ എഫ് വെക്ടർ ഈസ് സോളിനോയിഡൽ. എഫ് വെക്ടർ എന്തായി മാറി? സോളിനോയിഡലായി മാറി. അപ്പോൾ സോളിനോയിഡൽ തെളിയിക്കാൻ ചോദിച്ചാൽ, ഏതൊരു വെക്ടർ വന്നിട്ട് സോളിനോയിഡൽ തെളിയിക്കാൻ ചോദിച്ചാൽ ഡൈവേർജൻസ് ഓഫ് ദാറ്റ് വെക്ടർ ഈസ് 0. അതാണ് സോളിനോയിഡൽ തെളിയിക്കാനുള്ള ക്വസ്റ്റ്യൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ അല്ല, നമ്മൾ ആദ്യം ചെയ്ത ഡൈവേർജൻറ്റ് പഠിച്ച ശേഷം ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ആയിരുന്നു. യൂണിവേഴ്സിറ്റി നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ബട്ട് ഇത് എക്സാമ്പിൾ അല്ല, ഒരു പ്രാക്ടീസിന് വേണ്ടിയാണ്. ഷോ ദാറ്റ് ദ ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ്, ശ്രദ്ധിക്കണം, ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് എഫ് വെക്ടർ ഈക്വൽ ടു സി ഇൻറ്റു ദിസ് വെക്ടർ ബൈ ഇത് ആർ വെക്ടർ ആണ്. അപ്പം ആറിൽ കാണിച്ചിരിക്കുകയാണ് തൊട്ടടുത്ത്, ഓർ എഫ് വെക്ടർ ഈക്വൽ ടു സി ആർ വെക്ടർ ബൈ ആർ ക്യൂബ് എന്ന് ആറിൽ കാണിച്ചിരിക്കും. അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ തരാം അല്ലെങ്കിൽ ഇങ്ങനെ തരാം. ചോദിക്കുകയാണെങ്കിൽ ഈ സോളിനോയിഡൽ, ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് സോളിനോയിഡൽ ആണെന്ന് തെളിയിക്കണം. അപ്പോൾ നമുക്കറിയാം സോളിനോയിഡൽ ആണെന്ന് ഡൈവേർജൻറ്റ് എഫ് കാണണം. സോ ഡൈവേർജൻറ്റ് എഫ് വെക്ടർ ഈക്വൽ ടു ഡെൽ ഡോട്ട് എഫ് വെക്ടർ ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ്, അതിൻ്റെ എക്സ് പാർട്ട് ആണല്ലോ. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് പാർട്ട്, ഇതിൽ നിന്ന് എക്സ് പാർട്ട് ഐയുടെ കൂടെയുള്ള മാത്രം ഏത് വരും? സി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ റേസ് ടു 3/2. ശരിയാണല്ലോ, കാരണം ഇതിൻ്റെ ഐയുടെ കൂടെയുള്ള ആളെന്ന് പറഞ്ഞാൽ സി എക്സും പിന്നെ ഈ ഡിനോമിനേറ്റർ ഐയുടെ കൂടെ വരുന്നതാണ്. പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് സി വൈ ബൈ അതുപോലെ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ റേസ് ടു 3/2 പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് സി ഇസഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ റേസ് ടു 3/2. അപ്പോൾ ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഇത് മൂന്നും എഴുതി. ഇത് ഇത്രയും 0 തെളിയിക്കുമ്പോഴാണ് അത് സോളിനോയിഡലായി മാറുക. അപ്പോൾ ആദ്യത്തെ ഒരെണ്ണം ചെയ്യുന്നത്, കാരണം ഇതെല്ലാം സിമിലർലിയാണ്, എക്സിന് വരെ വൈ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരെണ്ണം ചെയ്താൽ മതി, ബാക്കിയെല്ലാം നമുക്ക് സെയിം ആക്കി എഴുതാം. ഡോ ബൈ ഡോ എക്സ് ഓഫ് സി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ റേസ് ടു 3/2. ശ്രദ്ധിച്ച് ചെയ്യണം, അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. നോക്കൂ, ഇത് ഡോ ബൈ വിത്ത് റെസ്പെക്ട് എക്സ് ആണ് ചെയ്യേണ്ടത്. ബട്ട് ഇവിടെ കോഷ്യൻ റൂളാണ്, കാരണം ഇവിടെ എക്സ് ഉണ്ട് ഇവിടെ എക്സ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് കോഷ്യൻ റൂളാണ് ചെയ്യുക. അപ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു ആണല്ലോ കോഷ്യൻ റൂൾ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ റേസ് ടു 3/2 ഇൻറ്റു ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് സി എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് എന്താണ്? സി ആണ്. മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു സി എക്സ് ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആദ്യം പവറിൻ്റെ എടുക്കണം. 3/2 എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ റേസ് ടു, അറിയാലോ എക്സ് റേസ് ടു n എന്ന് പറഞ്ഞാൽ n ഇൻറ്റു എക്സ് റേസ് ടു n - 1 എന്നാണ്. അപ്പോൾ 3/2 ഇൻറ്റു ഇതേ റേസ് ടു 3/2 - 1. 3/2 എന്ന് പറഞ്ഞാൽ 1.5 ആണ്, അതിൽ നിന്ന് 1 പോയാൽ ഹാഫ് 0.5. അപ്പോൾ 3/2 - 1 ഈസ് 1/2 ഇൻറ്റു, തീർന്നില്ല, നമ്മൾ പവർ മാത്രമാണ് എടുത്തത്. ഇനി അകത്തേക്ക് പോകണം. ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് എടുക്കുമ്പോൾ 2x + 0 + 0 ശരിയാണല്ലോ, ബൈ എന്ത് സ്ക്വയർ? ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. ദെയർഫോർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ റേസ് ടു 3/2ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഈ 2ഉം ആ 2ഉം പോയിട്ട് എന്ത് കിട്ടും? ക്യൂബ് എന്ന് കിട്ടും. കാരണം 3/2ൻ്റെ സ്ക്വയർ എടുക്കും, 3/2 ഇൻറ്റു 2 എന്ന് വരും, 2ഉം 2ഉം പോവും, ക്യൂബ് എന്ന് എഴുതും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഒന്നുകൂടെ പറയാം ക്വസ്റ്റ്യൻ റൂള്, ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ സി എക്സിൻ്റെ ഡെറിവേറ്റീവ് സി മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ പവറിൻ്റെ ആദ്യം 3/2 ഇൻറ്റു ദിസ് റേസ് ടു 3/2 - 1 ഇൻറ്റു ചെയിൻ റൂളാണ്, അകത്തുള്ളതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം 2x + 0 + 0 ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ 3/2ൻ്റെ സ്ക്വയർ. 3/2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3/2 ഇൻറ്റു 2 എന്ന് വരും, സ്ക്വയർ അല്ല, അപ്പോൾ 2 ഇൻറ്റു ക്യൂബ് ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ ഒരു നോക്കൂ, ഇവിടെ 3/2 ഉണ്ട്, ഇവിടെ 1/2 ഉണ്ട്. 3/2 എന്ന് പറഞ്ഞാൽ 1.5 ആണ്, റേസ് ടു 1.5, 3ൻ്റെ പകുതി 1.5, ഇത് അരയുണ്ട്. അപ്പോൾ രണ്ടിൽ നിന്ന് കോമൺ ആയിട്ട് നമുക്ക് അര ഇഞ്ഞെടുക്കാം. അപ്പോൾ എങ്ങനെ വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ റേസ് ടു ഹാഫ് ഇഞ്ഞെടുത്തു, അര ഇഞ്ഞെടുത്തു. 1.5 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് അര എടുത്തു. അപ്പോൾ ബാക്കി എന്തുണ്ട്? ഒരെണ്ണം അവിടെ ഉണ്ട്. അപ്പോൾ സി ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ, നമുക്ക് സിയും കൂടി എടുക്കാം, അപ്പോൾ കുറച്ചുകൂടി എളുപ്പമാവും. അപ്പോൾ ഇവിടെ ഒരെണ്ണം ഉണ്ട്, മൈനസ്, ഇനി ഇതാ ഇവിടെ നോക്കും, ഈ 2ഉം കട്ട് ചെയ്ത് പോകും. ഇവിടെ ഉണ്ടാകുന്ന അരയിഞ്ഞ് പുറത്ത് പോരുന്നു. പിന്നീടുള്ളത് 3ഉം ഒരു 2x, അപ്പോൾ എന്താവും? 3 × x × x ഈസ് 3x² ബൈ
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ റേസ് ടു 3. ശരിയാണല്ലോ. ഇവിടെ റേസ് ടു 1.5 1.5 ആയിരുന്നു, ഇവിടെ റേസ് ടു അരയായിരുന്നു. അപ്പോൾ ഒരു അരയും ഇവിടുന്ന് ഒരു അര എടുത്തു. ഇവിടുന്ന് ഒരു അര എടുത്താൽ 1.5-ൽ നിന്ന് അര പോയാൽ പിന്നെ ഒരെണ്ണം അവിടെ ഉണ്ട്. പിന്നെ സിയും പുറത്ത് പോയിരുന്നു, മൈനസ് ഇവിടുന്ന് സി പുറത്ത് പോയി, ഈ അര പോയി, പിന്നെ 3യും എക്സും 3x² ഉണ്ട് ബൈ ഡിനോമിനേറ്റർ ക്യൂബ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടെ കട്ട് ചെയ്യാം. ഇവിടെ ഒരു ഹാഫ് ആണ്, ഇവിടെ ഒരു 3 ആണ്. അപ്പോൾ 3യിൽ നിന്ന് ഒരു ഹാഫ് പോയാൽ പിന്നെ ഇവിടെ വരിക 2.5 വരും. 3ൽ നിന്ന് അര പോയാൽ പിന്നെ 2.5 എന്ന് പറയുമ്പോൾ 5/2 ആണ്. അപ്പോൾ എങ്ങനെ വരും? സി ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ മൈനസ് 3x² ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ റേസ് ടു 5/2. എന്തുകൊണ്ടാണ് 5/2 വന്നതെന്ന് അറിയാലോ? 3യിൽ നിന്ന് ഈ ഒരര പോയി, 3യിൽ നിന്ന് അര പോയാൽ 2.5, 2.5 എന്ന് പറഞ്ഞാൽ 5ന്റെ പകുതി 5/2. അങ്ങനെ എളുപ്പത്തിൽ എഴുതാം 5/2. അപ്പം ഇതാണ് എന്ത് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇത്. ഇനി ഡോ ബൈ ഡോ വൈ ആണ് നിങ്ങൾ എടുക്കുന്നതിൽ ഇവിടെ വൈ വരും. അങ്ങനെ വൈ വരുമ്പോൾ എന്താ സംഭവിക്കുക നോക്കൂ. സി ഇൻറ്റു 1 വന്നിട്ട് ഇവിടെ 2x പകരം 2y ആകും. 2y ആകുമ്പോൾ ഇവിടെ 3y² എന്ന് വരും. അപ്പോൾ ഇവിടെ x² പകരം y² വരും. ബാക്കി എല്ലാം സെയിം ആയിട്ടാണ് പോവുക. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇവിടെ CY എടുക്കുമ്പോൾ ഇതേ ഇൻറ്റു വിത്ത് റെസ്പെക്ട് വൈ അല്ലേ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ സി വരും, ഇവിടെ CY ഇൻറ്റു 2y വരും. അപ്പോൾ y² ആവും. അങ്ങനെ ഇവിടെ ഈ x² പകരം y² ആകുമെന്ന് വെച്ചാൽ വേറെ ഒരു വ്യത്യാസമില്ല. അപ്പം വിത്ത് റെസ്പെക്ട് വൈ ഇസഡ് നമ്മൾ ചെയ്യണ്ട. സിമിലർലി ഇട്ട് ഇവിടുത്തെ x² പകരം y², വിത്ത് റെസ്പെക്ട് ഇസഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ x² പകരം z² എഴുതിയാൽ മതി. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് നമ്മൾ എഴുതി. ഇനി ഡോ ബൈ ഡോ വൈ ഓഫ് CY ബൈ x² പ്ലസ് y² പ്ലസ് z² റേസ് ടു 3/2. അത് നമ്മൾ ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞു ചെയ്യുന്നില്ല, സെയിം ആണ്. ഇവിടെ എക്സും ആണ്, ഇവിടെ വൈയും ആണ്. അപ്പോൾ ഇവിടെ ആകെ വ്യത്യാസം എന്താ? ഈ x² മാറി എന്താകും? y² ആകും. x² പ്ലസ് y² പ്ലസ് z² മൈനസ് 3y² ബൈ x² പ്ലസ് y² പ്ലസ് z² റേസ് ടു 5/2. അതേപോലെ ഡോ ബൈ ഡോ ഇസഡ് ചെയ്യുമ്പോൾ CZ ബൈ x² പ്ലസ് y² പ്ലസ് z² റേസ് ടു 3/2 ഈക്വൽ ടു C ഇൻറ്റു x² പ്ലസ് y² പ്ലസ് z² മൈനസ് 3z² ബൈ x² പ്ലസ് y² പ്ലസ് z² റേസ് ടു 5/2. ഇനി നമ്മളുടെ ഡൈവേർജൻ എഫ് എന്ന് പറഞ്ഞാൽ ഇവരെ 3 പേരെയും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 3 പേരെയും കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ തന്നെ വെച്ച് ആഡ് ചെയ്യുന്നതായിരിക്കും സൗകര്യം. കാരണം ഇനി ഇത് ഓരോന്നും എഴുതാമെന്ന് വെച്ചാൽ വളരെ ലോങ് ആവും. അപ്പോൾ ഇങ്ങനെ തന്നെ ആഡ് ചെയ്യുക. ദെയർഫോർ ഡെൽ ഡോട്ട് എഫ് വെക്ടർ ഈക്വൽ ടു നോക്കൂ, ഇവ 3 ആഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണ്. ഡിനോമിനേറ്റർ 3 സെയിം ആണ്. സിയും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇത്ര കഴിഞ്ഞ് ആദ്യം ഞാൻ എഴുതുന്നു C ബൈ x² പ്ലസ് y² പ്ലസ് z² റേസ് ടു 5/2. ഇത്രയും കോമൺ ആണ്, അവിടെ കിടക്കട്ടെ. കാരണം സിയും ഡിനോമിനേറ്ററും കോമൺ ആണ്, മാറി. ഇനി ആഡ് ചെയ്യാനുള്ളത് ഇതേ പ്ലസ് ഇത് സെയിം അല്ലേ? 1 2 3. അപ്പോൾ ഒരേ സാധനം ആഡ് ചെയ്യുമ്പോൾ 3 ഇൻറ്റു x² പ്ലസ് y² പ്ലസ് z² എന്നാവും. ശരിയാണല്ലോ? x² ഇത് പ്ലസ് ഇത് 3 ഇൻറ്റു ഇനി ആഡ് ചെയ്യാനുള്ളത് മൈനസ് 3x² മൈനസ് 3y² മൈനസ് 3z². ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് 3x² മൈനസ് 3x² മൈനസ് 3y² മൈനസ് 3z² എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് 3 ഇൻറ്റു x² പ്ലസ് y² പ്ലസ് z² അല്ലേ വരിക. ഇത് 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിവിടെ കൊടുക്കുമ്പോൾ മൈനസ് ഓഫ് 3 ഇൻറ്റു x² പ്ലസ് y² പ്ലസ് z² ആയി മാറും. അപ്പോൾ നോക്കൂ, 3 ഇൻറ്റു ഇതേ മൈനസ് 3 ഇൻറ്റു സെയിം, ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ 0 ആകും. അപ്പോൾ ഇതേ ഇൻറ്റു 0 ഈക്വൽ ടു എന്തായി മാറും? 0 ആയി മാറും. എന്ത് 0 ആയി മാറും? ഡെൽ ഡോട്ട് എഫ് വെക്ടർ 0 ആയി മാറും. എന്ന് പറഞ്ഞാൽ എഫ് വെക്ടർ എന്താണ്? എഫ് വെക്ടർ ഈസ് സോളിനോയിഡൽ. ശ്രദ്ധിച്ചോളൂ, എഫ് വെക്ടർ ഈസ് സോളിനോയിഡൽ.